ഇവിടെ ഒരു പെണ്ണും പിള്ള ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതാണ്. അപ്പോഴാണ് മോളിന്ന് ആരോ പാട്ട് പാടുന്ന ഒച്ച കേട്ടത്. അവൾ ഒരു ചൂലും എടുത്ത് സ്റ്റെപ്പ് കയറി വാതിൽ തുറന്നപ്പോൾ മറ്റാരുമല്ല, ഒരു മുതല അവരുടെ ബാത്റൂമിൽ നിന്ന് പാട്ടും പാടി കുളിക്കായിരുന്നു. പെണ്ണ് മുതലയെ കണ്ട് പേടിച്ചു. മുതലയാണെങ്കിലോ അതിനേക്കാളും പേടിച്ച് പെണ്ണിനെ കണ്ടിട്ട് അവൾ ചൂല് മുതലയുടെ മേത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് താഴേക്ക് ഓടി. മുതല പെണ്ണിന്റെ പിന്നാലെ ഓടി അടുക്കളയിലെത്തി. ഇനി ഓടാനാണെങ്കിലോ സ്ഥലവും ഇല്ല. മുതലകളൊന്നും വീട്ടിലേക്ക് കയറാൻ പാടില്ല എന്ന് പെണ്ണുമ്പിള്ള പറഞ്ഞു. മുതലാണെങ്കിലോ പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടി പാട്ടും പാടി അടുക്കളയിൽ കുക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യം പെണ്ണിന് ഇഷ്ടമായില്ല. പിന്നെ മുതല വന്നിട്ട് അവളുടെ കൈയും പിടിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അപ്പോൾ പെണ്ണിന് അങ്ങനെ അതിന് ഇഷ്ടമായി. എന്നിട്ട് ആ പെണ്ണും പിള്ളയും മുതലയും കൂടി പാട്ടും പാടി കുക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ നല്ല കമ്പനിയായി. ഒരു ദിവസം പെണ്ണും പിള്ളയുടെ ഭർത്താവ് പെണ്ണും പിള്ളയോട് ചോദിച്ചു, നീ ഭയങ്കര ഹാപ്പി ആണല്ലോ ഈ ഇടയായിട്ട്, അതിന് കാരണം ഞാനല്ല എന്നറിയാം, എന്താണെന്ന് ചോദിച്ചു. കറക്റ്റ് ആ സമയത്ത് തന്നെ മുതല ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. തീർന്നില്ലേ, ചെങ്ങായിക്ക് തെറ്റിദ്ധരിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. അപ്പോഴേക്കും പേടിച്ച് കണ്ടം വഴി ഓടി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് അടിച്ച് മാ വെച്ച് തുടങ്ങുന്ന ഒരു പേര് കമൻറ്റ് ചെയ്യൂ. ബൈ ബൈ.